ഹായ്, അസ്സലാമു അലൈക്കും. ഞാൻ ജംഷീല. ഇന്ന് റജബ് 3 അപ്പോൾ എനിക്ക് 3 ദിവസം നോമ്പ്. നോമ്പ് കഴിയോളം നല്ല പിന്നെ പരമാവധി നോമ്പ് എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്, റമദാൻ വരെ. അപ്പോൾ ഞാൻ ഇന്നൊരു ഹെൽത്തി ഡിഷാണ് ഞാൻ ഉണ്ടാക്കുന്നത് നോമ്പ് തുറന്നിട്ട് കഴിക്കാൻ. അപ്പോൾ നോമ്പൊക്കെ തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചൂടോടുക്കനെ കഴിക്കാനാണ് അത് രസം ഉണ്ടാവുള്ളൂ. ചൂടറിയാം, തണുത്ത വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനത് ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് കേട്ടോ, പിന്നെ ഒരു തക്കാളിയും മല്ലിച്ചപ്പിൻ്റെ ഇലയും ക്യാരറ്റും രണ്ട് മുട്ടയും പിന്നെ വേവിച്ച് വെച്ച ചെറുപയറാണ് കേട്ടോ. ഇതാണ് ഇതിലേക്ക് ആവശ്യം. പിന്നെ കുറച്ച് ഉപ്പും കുരുമുളക് പൊടി, ഇത്രയേ ഉള്ളൂ കേട്ടോ. ചട്ടി ചൂടായതിന് ശേഷം അതിൽ കുറച്ച് വെളിച്ചെണ്ണ വാർന്നിട്ട്, ഉള്ളിയൊന്നും വാട്ടാല്ല, വെളിച്ചെണ്ണ മാത്രം പറഞ്ഞാൽ മതി കേട്ടോ, അധികം ഒന്നും പാരണ്ട. ഇനി ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഇടാം കേട്ടോ, ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇടാം. അപ്പം ചെറുതായി അരിഞ്ഞ് വെച്ച സവാള ഞാൻ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചെറുന്നനെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ, ഒന്ന് വാടി കിട്ടാൻ. പിന്നെ തക്കാളി അരിഞ്ഞ് വെച്ച തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഒന്ന് വാടാൻ കേട്ടോ. അത് കഴിഞ്ഞ് തക്കാളി ഒന്ന് ചെറുങ്ങനെ വാടി, നല്ലോണം വാടൊന്നും വേണ്ട. അപ്പോൾ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ് കേട്ടോ. ഇത് 2 ക്യാരറ്റ് ഉണ്ട് ഇട്ടത്. 2 മീഡിയം സൈസ് ക്യാരറ്റാണ് കേട്ടോ ഞാൻ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചത്, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത്. ചോപ്പറിലിട്ട് ഗ്രേറ്റ് ചെയ്തതാണ്. പിന്നെ ഇനി അരിഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് ഒരു 1-2 സെക്കൻഡ് അടച്ച് വെച്ചൊന്ന് വേവിച്ചാൽ ക്യാരറ്റ് ഒന്ന് വെന്ത് കിട്ടാൻ. നല്ലോണം വേവൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ക്യാരറ്റ് ഒരു മീഡിയം ഇതിൽ വെന്തിക്കണം കേട്ടോ. പിന്നെ കഴിഞ്ഞിട്ട് ചെറുപയറുണ്ടല്ലോ, വേവിച്ച് വെച്ച ചെറുപയർ, കുറച്ച് ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ച ചെറുപയറാണ്, അത് ഇട്ട് കൊടുക്കുക. അതൊരു കപ്പ്, അത് നമ്മളെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കേണ്ടത്. നമുക്ക് കുറേ വേണമെങ്കിൽ കുറേ ഇട്ട് കൊടുക്കുക, കുറച്ച് മതിയെങ്കിൽ കുറച്ചും അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നല്ലോണം ഒന്ന് മിക്സ് ആക്കുകയാണ്, നല്ലോണം മിക്സ് ആക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ചെറുപയർ ഇങ്ങനെ കട്ടായി നിൽക്കുന്നുണ്ടായിന്, അപ്പോൾ അതൊക്കെ ഒന്ന് കട്ടയൊക്കെ ഒന്ന് മാറ്റി കൊടുത്തതാണ് കേട്ടോ. അതാണ് ഈ കുത്തണതൊക്കെ. അപ്പോൾ നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇതിൽ കുറച്ച് മല്ലിച്ചപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ഫ്ലേവറിന് കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പൊക്കെ അല്ലേ നോക്കുക, ഉപ്പൊക്കെ പാകമാണ്. പിന്നെ എരിവിന് ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കുരുമുളക് പൊടി കേട്ടോ. ഇപ്പോൾ കുരുമുളക് പൊടിയാണ് ഞാൻ ഉപയോഗിച്ചത്. കുരുമുളക് പൊടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കണം കേട്ടോ, എല്ലാ ഭാഗത്തും ഇതാക്കിയിട്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് അരുവിലാക്കി നടുക്ക് കുറച്ച് മാറ്റി വെക്കുക. ഇതിലേക്ക് ഞാൻ 2 മുട്ട പൊട്ടിച്ച് പാരണം കേട്ടോ. മുട്ട നിങ്ങൾക്ക് കലക്കിയിട്ട് പാരണമെങ്കിൽ അങ്ങനെ ഇടാം, ഞാൻ ഡയറക്റ്റായിട്ട് പൊട്ടിച്ച് പാർന്നൊക്കെയാണ്. ഇത് നല്ലോണം വേവിച്ചത് ഇങ്ങനെ വെറുതെ ആക്കി കണ്ടാണ് ഇട്ട് എടുക്കേണ്ടത്. മുട്ട അതിൽ മിക്സാക്കി ഒന്നായിട്ട് ഇതാക്കിങ്ങാണ്ട് ഇതിലേക്ക് പാരരുത്, അപ്പോൾ മുട്ട ചിലക്ക് വെന്ത് കിട്ടില്ല, പിന്നെ അതിന്മേ ഒട്ടിപ്പിടിച്ചു ബാക്കിയുമ്പോഴൊക്കെ. അപ്പോൾ കാണാനൊരിതുണ്ടാവില്ല, കഴിക്കുമ്പോഴൊരു മുട്ട വേവില്ല, എന്നാൽ മറ്റത് വേഗം വെന്ത് ഇതാകുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ, അല്ലെങ്കിൽ വേറൊരു പാത്രത്തിൽ മുട്ട വെറുതെ ആക്കിങ്ങാണ്ട് ഇതിലേക്ക് പാർന്നാലും മതി, അല്ലെങ്കിൽ ഇങ്ങനെ ആക്കിങ്ങാണ്ട് വേവിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു.
പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് മുട്ട വെന്തിട്ട് പിന്നെ മുട്ട ഒക്കെ ചിക്കിയിട്ട് ഈ ചെറുപയറും ഇതൊക്കെ പാടെ മിക്സ് ആക്കാം കേട്ടോ. എല്ലാം മിക്സ് ആക്കുകയാണ്. ഇത് ഡയറ്റ് എടുക്കണവർക്കൊക്കെ ഉഷാറാണ് കേട്ടോ. ഒരു നേരത്തെ ഇത് ആക്കിയാൽ പിന്നെ എഗ്ഗും ഉണ്ട്, വെജിറ്റബിളും ഉണ്ട്, പിന്നെ എല്ലാം പാടാകുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഈ കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ, പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളൊന്നും പച്ചക്കറിയൊന്നും കഴിക്കാത്ത കുട്ടികളാണ് പൊതുവേ ഉള്ളത്. അപ്പോൾ അവർക്കൊക്കെ എങ്ങനെ ആക്കി കൊടുത്താലൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ ഇതിൽ കുറച്ച് ചോറൊക്കെ ഇട്ടിട്ട് ഇളക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കുക നല്ലതായിരിക്കും കേട്ടോ. കഴിക്കാത്ത കുട്ടികളാണെങ്കിലും ഇത് കഴിക്കും. ഇളക്കലിൻ്റെ സ്പീഡ് കൊണ്ടേ പുറത്തു കൂടെയൊക്കെ ആകുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മല്ലിച്ചപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. തീ ഓഫാക്കിയിട്ട് ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റുകയാണ്. ഇത് ചൂട് കൊടുക്കണം തന്നെ കഴിക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ്. തണുത്താൽ എന്തോ പിന്നെ തണുത്താൽ വലിയ ഇതുണ്ടാവില്ലല്ലോ. അപ്പോൾ ചൂട് കൊടുക്കാനാണ് കഴിക്കുമ്പോൾ രസമാണ്. കുറച്ച് മല്ലിച്ചപ്പ് ഞാൻ ഒരു ചൊറുക്കിന് മേലേക്ക് വിതറി ഐറ്റം റെഡി ആക്കണം. പിന്നെ കഴിച്ചോക്കട്ടെ കേട്ടോ എങ്ങനെ ഉണ്ട് ഇത്. പിന്നെ ഇത് ഡയറ്റ് എടുക്കണവർക്ക് അടിപൊളിയാണ് കേട്ടോ. ഡയറ്റ് എടുക്കണവർക്കൊക്കെ ഞാൻ വെളിച്ചെണ്ണ പറഞ്ഞത് ബട്ടറിൽ ഉണ്ടാക്കിയാൽ ബട്ടറാക്കിയിട്ട് ഉണ്ടാക്കിയാൽ മതി വെളിച്ചെണ്ണക്ക് ബദൽ. അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. അല്ല വെളിച്ചെണ്ണയും കുഴപ്പമില്ല, ഡയറ്റ് എടുക്കണവർക്ക് അത് വേറെ കാര്യം. പിന്നെ ഞാൻ തിന്നോളൂ. ഇത് ഉണ്ടാക്കി വെച്ചുകൊണ്ട് തണുത്തത് ഈ ചൂട് കഴിക്കുന്ന ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ, മുട്ടയൊക്കെ ആയതുകൊണ്ട്. അടിപൊളിയായിരുന്നു. വയറ് നിറഞ്ഞ് വേറെ ഒന്നും വേണ്ട, തന്നെ മതി. അപ്പം ഇനി ഇതൊക്കെ ഞാൻ കഴിക്കുന്നു കരുതണ്ട, മക്കളൊക്കെ ഉണ്ട് ഇവിടെ, എല്ലാവരും കൂടിയുള്ളൂ കഴിച്ച. അപ്പം നീ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.